മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ പിടിക്കുന്ന മരണത്തിൻ്റെ മലക്കുകളെത്തുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു ഇടത്തിൽ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വന്തം ജീവിതം ചെയ്തു തീർത്ത നന്മകളൊക്കെ ആ കണ്ണിങ്ങനെ ആത്മാവിനെ പറിച്ചെടുക്കപ്പെടുന്ന ആത്മാവിനെയും കൊണ്ടത് ആകാശത്തേക്ക് മലക്കുകൾ ഉയരുമ്പോൾ ആ കണ്ണിങ്ങനെ അത് സന്തോഷത്തോടെ കാണാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അതിനുള്ള ചില വിലങ്ങുതടികളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവസാനം അവിശ്വാസിയായി മരിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അൽ അസ്ബാബു അസ്സബഅ അലി ഇൻഹിറാഫി അനിൽ അഖീദത്തി സഹീഹ, ശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന 7 കാര്യങ്ങൾ. 1 അൽ ജഹ്ലു ബിദ്ദീൻ, ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. 2 ഇത്തിബാ ഉൽ ഹവ, വ്യത്യസ്തങ്ങളായ ഇച്ഛകളെ പിൻപറ്റി ഒരാൾ പോവുക. 3 അത്തഖ്ലീദുൽ അഅമ, അന്ധമായ അനുകരണം, കാര്യവും കാരണവും നോക്കാതെ അന്ധമായി അനുകരിച്ചു പോവുക. 4 അൽ ഖുറൂർ ബിൽ അഫ്കാരിൽ മുൻഹരിഫ, വ്യതിചലിച്ച വിശ്വാസ വഴികളിൽ പോവുക. 5 സുഹ്ബത്തു അഹ്ലിൽ ബിദ്അ വസൂഇൽ ഇസ്തിമാ ലിശുബ്ഹാത്ത്, എന്താ പറയുക, ബിദ്അത്തുകളുടെ പുത്തനാചാരങ്ങളുടെ കക്ഷികളുമായുള്ള സഹവാസവും നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിരന്തരം ശ്രവിക്കുകയും ചെയ്യുക എന്നത്. 6 ലഅഫുസ്സിലത്തി ബില്ലാഹി വഖില്ലത്തി ദിക്ർ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവും അദ്കാറുകളുടെ അപര്യാപ്തതയും. 7 തർക്കുൽ ഇൽമി വൽ ഉലമ വൽ ഇഅറാദു അനിൽ വഹി, പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക മാർഗനിർദ്ദേശങ്ങളെ അവഗണിക്കലും വഹീൻ്റെ വഴി വിട്ട് സ്വന്തമായ വഴി കൊണ്ടുപോകലും. ഇങ്ങനെ കുറേ കാരണങ്ങളെ പണ്ഡിതന്മാർ അപഗ്രഥിച്ചതിൽ നിന്നൊരു 7 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞത്. 2-3 കാര്യങ്ങൾ കഴിഞ്ഞ് ഖുത്ബയിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. ജസ്റ്റ് നമ്മളെല്ലാതും ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിൻ്റെ ഈ 7 വഴികളെ അടച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയാകാം, എങ്ങനെ മരിക്കാം എന്നത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫർള് ഐനായിട്ടുള്ള ഓരോ വ്യക്തിയും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു വൈജ്ഞാനിക തലമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ഞാൻ മറ്റൊരാളുടെ വയറ്റത്ത് കത്തി കയറ്റി ഒരു കൊലപാതകിയാകാതിരിക്കാൻ, എൻ്റെ അന്ത്യം മോശമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലക്കുള്ള വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ വിശദമായി തന്നെ വിശദീകരിച്ചു. മതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുന്നൊരു രീതി പൊതുവേ ഇല്ല. നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാത്തത്ര അജ്ഞതയിലാണ് കാര്യങ്ങൾ പോണത്. നമസ്കാരത്തിൽ ഓതുന്ന ദിക്റുകളുടെ അർത്ഥം നമുക്കറിയില്ല. എത്രയോ കാലമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അദ്കാറുകളുടെ അർത്ഥം അറിയില്ല. അദ്കാറിൻ്റെ ഓരോ കിതാബും ബുക്കൊക്കെ ഇങ്ങനെ ചൊല്ലലുണ്ടാകും, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും അറിയാത്ത സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 2, ഇസ്ലാം എന്തൊക്കെയാണെങ്കിലും എല്ലാറ്റിലും സമഗ്രമായ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. ഒന്നിൽ ഏറ്റവും ആധുനികമായൊരു പ്രശ്നത്തിലാണെങ്കിൽ പോലും ഉണ്ട്. അതൊക്കെ ദീനനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞ് ജനിച്ച ഉടനെ ഡോക്ടർ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസത്തിന് കുറവുണ്ടെങ്കിൽ അവർ ഹാൻഡ് പമ്പ് വെച്ചിട്ട് അവർ കൃത്രിമ ശ്വാസം കൊടുക്കും. ആ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ അവർ റിക്കവർ ചെയ്ത് വരും. അതും വരാതിരിക്കുമ്പോൾ നേരെ വെന്റിലേറ്ററിലേക്ക് കയറ്റും. വെന്റിലേറ്ററിലേക്ക് കയറ്റി ഈ കുട്ടിക്കാണെങ്കിൽ വളരെ ക്രോണിക് ആയിട്ടുള്ള കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, ജനറ്റിക്കായിട്ട് കിട്ടിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഇത് ഊരണം, എന്ത്, വെന്റിലേറ്റർ ഊരണം. വെന്റിലേറ്ററിൽ ശ്വാസമുണ്ട്. അപ്പോൾ അവനാകെ കൺഫ്യൂഷനായി. വെന്റിലേറ്ററിൽ നിന്ന് അത് ഊരിയാൽ ജീവിക്കുന്ന ഒരു കുട്ടികൾ അത് മരിക്കുമല്ലോ, അപ്പോൾ അത് കൊലപാതകമാകുമോ, അവൻ്റെ കൺഫ്യൂഷനാണ്. ഡെയിലി 2 ലക്ഷം റുപ്യ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിധമുള്ളൊരു ചികിത്സയാണ്. വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ സ്ഥാനത്ത് നമ്മളൊന്നിരുന്ന് ചിന്തിച്ചോക്കണേ. ആ കുട്ടി ജീവിച്ച് വളർന്നാലും ഒരു കൂട്ടം രോഗങ്ങളുടെ, ജീവിതം മുഴുവൻ വിറ്റ് തീർത്താലും തീരാത്ത അത്ര വലിയ ഇഞ്ചക്ഷനുകളുടെ, ഇന്ത്യയിൽ കിട്ടാത്ത അത്ര വലിയ മരുന്നുകളുടെ ഒക്കെ ഒരു രോഗിയായിരിക്കും എന്നൊക്കെ അറിയാം. എന്നിട്ട് ഡോക്ടർ പറയാതെ വെന്റിലേറ്റർ ഫ്രീ ആക്കുകയാണ്, നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തതാണെന്ന് പറയാം. മെഡിക്കലി ഞങ്ങൾക്കിത് ഫ്രീ ആക്കണതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയാം. സാധാരണ ഡോക്ടേഴ്സ് പറയില്ല, റിലേറ്റീവ്സിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവൻ്റെ സംശയം എന്താണ്, അങ്ങനെ ചെയ്താൽ അത് മതപരമായ കുറ്റമാകുമോ? എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ശ്വാസമുണ്ട്, ഊരിയാൽ കുട്ടി മരിക്കും, അപ്പോൾ ഒരു നിശ്ചിത സമയം അതിലിടണോ? അപ്പോൾ അതിനൊരു സ്കോളേഴ്സ് മാത്രം മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ടീമിലെ അംഗങ്ങളും പീഡിയാട്രീഷ്യനും എല്ലാവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു ഉത്തരമുണ്ടാക്കി. മനസ്സിലായില്ലേ? ആ ഉത്തരം പറയുമ്പോൾ എല്ലാവരുടെയും തൊണ്ടയിടറി. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ദീൻ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ദീനിലേക്ക് പ്രവേശിക്കുന്ന. ദീന് എന്ന് പറയുന്നത് ഒരിക്കലും നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും റുക്കിനും ആണ് തുടങ്ങിയിട്ട് നോമ്പ്, ഹജ്ജ് മാത്രം. ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിൽ ദീനുണ്ട്.
ദീനും ദുന്യാവും രണ്ടും തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുന്യ വൽ ആഖിറ എന്ന് പറയുന്നത്. പടച്ചോനെ ദുന്യാവിൽ ഖൈർ തരണം, ആഖിറത്തുൽ ഖൈർ തരണം. വേറെ വേറെ പടച്ചോൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? രണ്ടും രണ്ടായതുകൊണ്ടാണ്. പക്ഷേ ദുന്യാവിലെ എല്ലാ കാര്യങ്ങൾക്കും ദീനുണ്ട്. ദീന് കുത്തിക്കയറ്റൊന്നുമല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, എന്തിലും നിങ്ങൾ കൊണ്ടിട്ട് ദീന് കുത്തിക്കയറ്റും, അതൊക്കെ പറഞ്ഞ് നടന്നു പോയാൽ പോരെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചല്ല ഒന്നും തീരുമാനമാക്കേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ നമ്മൾ സേഫാണ്. അപ്പോൾ പടച്ചോന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ആയിരിക്കും പോണത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് അന്ധമായ അനുകരണത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ ഓലൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ, ഓലൊക്കെ പറഞ്ഞതനുസരിച്ച് പോകലല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക, അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന മാർഗദർശനം. ആ ഒരു മാർഗദർശനം ഉൾക്കൊണ്ട് എന്തിലും എന്താണ് പ്രമാണം എന്തു പറയുന്നു, തെളിവെന്തു പറയുന്നു, ന്യായം എന്തു പറയുന്നു എന്നത് പരിശോധിക്കുക എന്നുള്ളതാണ് വിശ്വാസിക്കുക. അപ്പോൾ എന്ത് ചെയ്യൂല, പടച്ചോൻ പറഞ്ഞെടുത്ത് എത്തുള്ളൂ, തെറ്റൂല. പടച്ചോൻ പറഞ്ഞ് ആ കൃത്യമായ വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ പറ്റും. അതെന്ത് കാര്യമാണെങ്കിലും അവിടെയൊക്കെ പ്രമാണങ്ങൾക്കനുസരിച്ചൊരു കാര്യം പറയാൻ തീർച്ചയായും പറ്റും. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണ്? നാലാമത്തെ ഒരു കാര്യം കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങളെ വിശകലനം നടത്തിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തെറ്റായ ചിന്താഗതികളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അൽ ഇഖ്തിറാർ ബിൽ ഫിക്ർ അൽ മുൻഹരിഫ. ഇത് വലിയ തോതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ ശരിക്കും കേൾക്കണം. വളരെ ആകർഷകമായ ചില പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നും, നമ്മളത് പതിയെ കേട്ടു തുടങ്ങും, അതാണ് ശരിയെന്ന് തോന്നും. ഇതിൻ്റെ മറുവശങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തി സ്വാഭാവികമായും അത്തരം കെണികളിൽ പോയി ചാടും. പ്രത്യേകിച്ച് ഇപ്പോൾ എയ്ത്തിസ്റ്റുകൾ ഖുത്തുബയൊക്കെ നടത്തുന്നുണ്ട്. ഒരു മാഷുണ്ട്, അയാൾക്ക് എല്ലാ ആഴ്ചയും ഖുത്തുബുണ്ട്, ജുമാ ഖുത്തുബ നടത്തും. മൂപ്പര് ഖുറാൻ പാടും, മൂപ്പര് ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നാട്ടിലെ മഹാപണ്ഡിതന്മാരും കാര്യങ്ങളൊക്കെ നിർവഹിക്കണവർ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചില മനുഷ്യന്മാർ ഇവരുടെ സ്പീച്ചും ഇവരുടെ സാധനമൊക്കെ കേൾക്കാൻ പോകണം. അടിസ്ഥാനങ്ങൾ അറിയാതെ വെറുതെ കെണിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ചില ആളുകൾക്കൊക്കെ ഉണ്ടാറുണ്ട്. അതുപോലെ തന്നെ ളുഅഫുസ്സിലത്തി ബില്ലാഹ്, അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിൽ വളരെ കുറവ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ആ കൂട്ടരെ പോലെ ആകരുത്. ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അവരുടെ കാര്യം തന്നെ മറന്നു പോകും. എന്നിട്ട് പറയാം മൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക. ആരെങ്കിലും എന്നെക്കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് മാറിയാൽ അവരുടെ ജീവിതം ഞാൻ ഇടുക്കുള്ളതാക്കി മാറ്റും. ഈ ജീവിതം ഇടുക്കാകുക എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായിട്ട് ടൈറ്റാകുക എന്ന് മാത്രമാണ് അതിനർത്ഥം. സാമ്പത്തികമായിട്ട് ടൈറ്റാകുക എന്നൊന്നുമല്ല. നല്ല പൈസയും കാര്യമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ജീവിതം എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് പടച്ചോനായിട്ടുള്ള ബന്ധത്തിൻ്റെയും കൂടിയും വിഷയമാണ്. മസലുല്ലദീ യദ്കുറു റബ്ബഹു, അള്ളാഹനെ ഓർക്കുന്ന ആളും വലാ യദ്കുറു റബ്ബഹു, ഓർക്കാത്ത ആളും മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്ത്, മരിച്ച ആളെയും ജീവിച്ചിരിക്കുന്ന ആളെയും തമ്മിലുള്ള അത്ര വലിയ വ്യത്യാസമുണ്ട് എന്നാണ്. അതും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്താ? അൽ ഇസ്തിമാഉ ഇല ശുബഹാത്തി ദൂന ഇൽം. കുറേ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന കാര്യം, ഇസ്ലാം വിമർശനങ്ങൾ ഇങ്ങനെ വരികയാണ് ഓരോ രാത്രിയിലും, അല്ലേ? എന്താ ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യാനും മീഡിയകൾ കൊണ്ടുവന്ന് ഇരുത്തുന്നത് ആരെ? ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മീഡിയകൾ കൊണ്ടുവന്ന് ഇരുത്തുന്നത് പച്ച നുണ ഞാൻ പറയും ഇസ്ലാമിനെ കുറിച്ച് എന്ന് പരസ്യമായി പറഞ്ഞ ആളെ. ശ്രദ്ധിക്കുക, ഞാൻ പറയണത് ഞമ്മക്കാർക്കും തോന്നണില്ല അതിനോടൊന്ന് പ്രതിഷേധിക്കണം. നമ്മളാണ്, മനുഷ്യരാണ്, വ്യൂസാണ് ഓരോ ചാനലുകാരൻ്റെയും മർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് അവൻ കൊണ്ടുവന്ന് ഇരുത്തുന്നത് ആരെ? പച്ചക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ കട്ടും മുറിച്ചും പറയുന്ന ആളെ കയ്യോടെ പിടികൂടിയപ്പോൾ അയാൾ പറയണ ഓഡിയോ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ നുണ പറയും, എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, വെരിഫൈ ഉണ്ടൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്തോളി എന്നാണ്. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൊണ്ടുവന്നിരുത്തുന്നത്. ഇനി മറുവശത്തുള്ളതാരാ? ഇസ്ലാമിനെ പ്രതിരോധിക്കാനിരിക്കുന്നതാരാ? ഇസ്ലാമിനെ പ്രതിരോധിക്കാനിരിക്കുന്നത് ഈ വിഷയത്തിൽ യാതൊരു ധാരണ ഇല്ലാത്ത ആൾക്കാർ. ഇവിടെ ധാരണയുള്ള ആളുകളെ മീഡിയക്ക് അറിയിട്ടല്ലോ. ധാരണയുള്ള ആളുകൾ അവിടെ പോയിരുന്നാൽ കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് അറിയാം. എന്നിട്ട് ഓരോ ആളുകൾ ഓരോരുത്തർ പറയാം, ഇവിടെ മമ്മൂട്ടി മുസ്ലിം അല്ലേ, ഇവിടെ എന്താ പറയുക വൈക്കം മുഹമ്മദ് ബഷീർ മുസ്ലിം അല്ലേ, നിലമ്പൂർ ആയിഷ മുസ്ലിം അല്ലേ. അപ്പോൾ മൂപ്പർക്ക് ഇമ്മത്തായിട്ട് ഇമാമിയങ്ങളായിട്ട് എടുക്കാനുള്ളത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഈ ജാതി ആൾക്കാരെയാണ് ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി കൊണ്ടുവന്നിരുത്തുന്നത്. ആ ചർച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. ആ ചർച്ചയിൽ നിന്നാണ് നമ്മളെ ധാരണയാക്കുന്നത്, അല്ലേ? ഏത് വിഷയത്തിലും നമ്മുടെ ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത്തരം ശുബഹാത്തുകളിലേക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പോകുമ്പോൾ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. സയകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. സാധാരണ ആയത്തു ഹദീസൊക്കെ ഓതി വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാരെ നേരെയാണ് ചില അങ്ങാടികളിലൊക്കെ ചില മനുഷ്യന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കൽ. അന്ത്യദിനത്തിൽ ചില കള്ളന്മാർ വരും, ചില ദജ്ജാലുകൾ വരും. യഅ്തൂന മിനൽ അഹാദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. നിങ്ങളെ പൂർവ്വപിതാക്കളൊന്നും കേൾക്കാത്ത കുറേ സാധനം കൊണ്ട് അവർ വരും. ഫയ്യാക്കും വയ്യാക്കും, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. ഓരോ സാധനങ്ങൾ പുതിയതായി ഇങ്ങനെ ഉണ്ടായി വരികയായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മക്കയിൽ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ നടന്ന അവിടുത്തെ വിശ്വാസങ്ങളും നിലപാടുകളും ആകൂല. പലപ്പോഴും
എടുക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ കൃത്യമായ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ്. വഴിതെറ്റിപ്പോകാതിരിക്കാനും വിശ്വാസം ശുദ്ധമായി നിലനിർത്താനുള്ള വഴി എന്താ അറിയും? ഒന്ന്, ഇസ്ലാമിൻ്റെ അഖീദ പഠിക്കുക എന്നുള്ളതാണ്. എന്താ ഇസ്ലാമിൻ്റെ അഖീദ? ഇസ്ലാമിൻ്റെ അഖീദ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഭയങ്കര സംഭവം ഒന്നും പറയണില്ല, വളരെ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യം നമ്മൾക്ക് 100% ആത്മപരിശോധനയ്ക്ക് അവസരം കിട്ടണമെന്ന് മാത്രം. ഈമാൻ കാര്യങ്ങളെ പറ്റി ഓരോന്നിനെ പറ്റി ഒന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുക? അല്ല ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസം, നമുക്ക് എന്താ അതിനെക്കുറിച്ച് അറിയാം? അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാം? നമ്മളോട് ചോദിക്കുക. മലക്കുകളിലുള്ള വിശ്വാസം നമുക്ക് എന്താണ് അറിയാം? ഇതോരോന്നും ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. നിങ്ങൾ നോക്ക്, ഇപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒറ്റ ആയത്ത്, ഞാൻ ജസ്റ്റ് ഒരു ആയത്ത് പാരായണം ചെയ്യണം. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ആയത്ത് കേട്ട ആളുകൾ എനിക്കൊന്നും ഇങ്ങനെ കൈവന്നിച്ചോ? ഈ പറഞ്ഞ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടവർ പൊതിച്ചോളി. ഈ പറഞ്ഞ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആയത്ത് ആശയം മനസ്സിലായവരെന്ന് കരുതിക്കോ. ആശയം മനസ്സിലായവർ 3-4 ആളുകൾക്ക് ആശയം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയണത് ഖുറാനിലുള്ള ഇങ്ങനത്തെ ചില ആയത്ത് വേർഡ് ബൈ വേർഡ് അർത്ഥറിഞ്ഞ് അത് നമ്മളെ തലൻ്റെ ഉള്ളിലാണ് കയറിയുണ്ടല്ലോ, എന്തൊക്കെ പിടിച്ച് കുലിക്കാലും ഒന്നും കുലുങ്ങൂല. ഈ ആയത്ത് എന്താണ്? വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, എല്ലാ അദൃശ്യജ്ഞാനങ്ങളുടെയും ഖജനാവ് അത് അള്ളാഹിൻ്റെ അടുത്താണ്. അതിൻ്റെ താക്കോലൊക്കെ പടച്ചോൻ്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറെ ആർക്കും അതറിയില്ല. അപ്പോൾ ഇവനെന്താ സംഭവിക്കുക അറിയോ? തത്തനെയും കൊണ്ട് ഒരു താത്ത വരുമ്പോൾ ചീട്ടെടുപ്പിക്കൂല. കാരണം എന്താ? അദൃശ്യങ്ങളുടെ താക്കോൽ ആരെടുത്താ പറഞ്ഞോളേ? പടച്ചോൻ്റെ അടുത്താണ്. അത് തത്തെടുക്കണ കാർഡൊന്നും കിട്ടൂല. ആരും വേറുള്ള ഇറയം പുറത്തു കൂടെ പോയി കണ്ട് എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയില്ല. അപ്പം എന്താ പറയുക? അപ്പം നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ പേടിച്ച് ജീവിക്കേണ്ടി വരില്ല. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്കുള്ളതൊക്കെ പടച്ചവനോട് എഴുതി വെച്ചിട്ടുണ്ട്, നടക്കണ പോലെ നടക്കും, ഭയങ്കര ധൈര്യമായിരിക്കും. അന്നങ്ങൂല നമ്മൾ. ലാ യഅലമുഹാ ഇല്ലാ ഹുവ എന്നാണ്. അദൃശ്യജ്ഞാനങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ ആരും അറിയില്ല. അപ്പം അതാണ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ തഫ്സീറിന് പഠിക്കുമ്പോൾ അതിന് താഴെ കാണാം പ്രവാചകന് പോലും അറിയാത്ത സംഭവങ്ങൾ. എന്താ പ്രവാചകൻ അറിയാത്ത സംഭവം? പ്രവാചകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉഹദിൻ്റെ യുദ്ധഭൂമിയിൽ അവർ ഒരു വാരിക്കുഴി ഉണ്ടാക്കുന്നു. മണലൊക്കെ എടുത്ത് കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, മേലെ പടിയൊക്കെ വെച്ചിട്ട് ഇലയൊക്കെ വെച്ചിട്ട്. പണ്ട് നമ്മളൊക്കെ ഈ മൊബൈലും ഗെയിമൊന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികൾ കളിച്ചാണെങ്കിൽ അപകടകരമായ കളിയാണ് അതൊക്കെ. എന്നിട്ട് ആ കുഴിയിൽ ചാടുമ്പോൾ എല്ലാവരോടും ചിരിക്കും അല്ലേ? ഇതേപോലെ അവർ കുഴി ഉണ്ടാക്കി, പ്രവാചകൻ അതിൽ വീണു, പ്രവാചകന്റെ പല്ല് പൊട്ടി. സ്വന്തം മുന്നിലുള്ള കുഴി അറിയാത്ത പ്രവാചകനെ, ജീവിച്ചിരിക്കണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോട്ടെ, കുറച്ചാളുകളെ ഉഹദ് മലന്റെ മേലെ നിർത്തി, അവിടെ നിന്നോളി എന്ന് പറഞ്ഞു, ഇറങ്ങരുതേ എന്ന് പറഞ്ഞു. ഗനീമത്ത് സ്വത്ത്, ശത്രുക്കളൊക്കെ ഓടിയ ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ഒരുക്കൂട്ടി വെച്ചപ്പോൾ അവരെല്ലാവരും ഇറങ്ങി വന്നു, സമയമായി എന്ന് വിചാരിച്ചിട്ട്. ആ നിൽക്കണോരാ ഔലിയാക്കളാ, ഓൽക്കും മനസ്സിലായില്ല, ഈ പ്രവാചകനും മനസ്സിലായാലും ഒരു വരുന്നേ. ഇനി ഒരു സ്ത്രീ വന്നിട്ട് ക്ഷണിക്കണേ നബിയെ, നിങ്ങൾ വരും, ഞാൻ വീട്ടിലൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്, ജൂതപ്പെണ്ണിൻ്റെ സദ്യയാണ്. അവളുടെ ആഘോഷ ദിവസത്തിലല്ല വിളിച്ചത്, ഞാൻ അടിവരട്ട് പറയാണ്. ആ ജൂതന്മാരുടെ ഏതോ അമുസ്ലിം ആഘോഷത്തിലേക്ക് പോകാനും അമുസ്ലിം ആഘോഷത്തിന്റെ ഭാഗമാകാനും ഉദ്ധരിക്കുന്ന തെളിവാത്. അത് അവിശ്വാസി സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളതിന്റെ തെളിവാ. അവരുടെ ആചാരങ്ങളുടെ ആഘോഷങ്ങളുടെ ഭക്ഷണം കഴിക്കാന്നുള്ളതിന്റെ തെളിവല്ല. അതെന്താ കാരണം? നബിയെ ഞങ്ങൾ ഇന്നോടത്തിട്ട് അറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ജാഹിലിയത്തിൽ അവിടെ വല്ല അറിവുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അവിടെ പോയി അറക്കണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്ത്രീ വിളിച്ചപ്പോൾ, ജൂത സ്ത്രീ വിളിച്ചപ്പോൾ നബി പോയി. അവരെന്തിനാ വിളിച്ചറിയോ? പ്രവാചകനാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. പ്രവാചകൻ ബിശ്റിനെയും കൂട്ടി. വിശക്കണ ബിശ്ർ ഭക്ഷണം കഴിച്ചു, ബിശ്ർ പടഞ്ഞു വീട് മരിച്ചു. പ്രവാചകന്റെ വിശത്തെ ജിബ്രീൽ ഇതെവിടെ ക്ലോസ് ചെയ്തു. ഇനി കേട്ടോളി, വഫാത്താകണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ നേരത്ത് പറയുന്നുണ്ട്, അന്ന് ഖൈബർ എന്ന് ജൂതപ്പെണ്ണ് തന്ന വിശ എനിക്കിവിടെ വേദന തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിശണ്ട് എന്ന് അറിഞ്ഞിട്ട് റസൂലുള്ളാഹി കഴിച്ചു എന്നാണോ? അതിനാണ് ആത്മഹത്യ അറിയാം. മഅദല്ലാഹ്. എത്ര സംഭവങ്ങളുണ്ട് സഹോദരന്മാരെ. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, അവര് വളരെ തടി കുറഞ്ഞ് ശരീരം മെല്ലിച്ച ആളാണ്. അവരെ ഒട്ടകക്കെട്ടിൽ, അവർ ഉമ്മയാണ്, നമ്മളൊക്കെ ഉമ്മയാണ് ആയിഷ ബീവി നമ്മളൊക്കെ ഉമ്മയാണ് അല്ലേ? പണ്ട് ഒരു 6-8 വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ TV-യിൽ ഷിയാക്കൾ ആയിഷ ബീവിനെ കുറിച്ച് വലിയൊരു ആക്ഷേപം പറഞ്ഞു. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം കൊടുത്ത്, സിമ്പിൾ പോയിസൺ കൊടുത്ത്, ദീർഘകാലം കൊണ്ട് ഏൽക്കണെ കൈവിഷം കൊടുത്ത് കൊന്നതാണ് എന്നൊരു പ്രസ്താവന നടത്തി. ബഹ്റൈൻ അഹ്ലുസുന്ന അതിന് കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ സന്ദർശിച്ചിരുന്നു. ബഹ്റൈനിൽ എവിടെ നോക്കിയാലും കാണുന്നൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, ഉമ്മുന ആയിഷ.
ആയിഷ ബീവി ഞങ്ങളെ ഉമ്മയാണെന്ന് എവിടെ നോക്കി വലിയ ഹോർഡിങ്സ്, വലിയ ബോർഡുകൾ, ഉമ്മുന ആയിഷ. കാറിൽ കയറുമ്പോൾ അവിടെ, ലിഫ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ, ടി വി തുറന്നാൽ അവിടെ ഉമ്മുന ആയിഷ. ആ ഒറ്റ വാചകത്തോട് ബഹ്റൈൻ അഹ്ലുസുന്ന, ഷിയാക്കളെ കൂടുതൽ, പക്ഷെ അഹ്ലുസുന്ന പ്രതികരിച്ച രീതി അതായിരുന്നു. അപ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ഥലത്ത് അവർ ടെൻറ്റ് കെട്ടിയെടുത്ത് ഇറങ്ങി. ആയിഷ ബീവി എന്തോ കാര്യത്തിന് പോയി. ഈ ഒട്ടകക്കട്ടിലിൽ ആയിഷ ബീവി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ആയിഷ ബീവിനെയും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഏറ്റുനാരാ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു, അള്ളാഹ് തൃപ്തിപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ഏറ്റുന്നത്. അവർക്ക് മനസ്സിലായില്ല ഇതിൻ്റെ ഉള്ളിൽ ആയിഷ ബീവി ഇല്ലാന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ എല്ലാവരും പോയി, അവരൊറ്റക്ക് നിൽക്കുക. അപ്പോൾ പ്രവാചകൻ്റെ ഒരു രീതിയുണ്ട്, ഒരു സംഘം പോകുമ്പോൾ ആ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു വീണ് പോണ സാധനങ്ങളൊക്കെ കൂടെ പൊറുക്കിയെടുക്കാനും ബാക്കിയൊക്കെ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയോ, വേറെ ഒരു ആളെ ബാക്കിൽ നിശ്ചയിക്കും. ആ ഡ്യൂട്ടി കിട്ടിയ പ്രവാചകൻ്റെ സ്വഹാബി വന്നപ്പോൾ അവരവിടെ നിൽക്കണതാ കണ്ടത്. അപ്പോൾ അദ്ദേഹം വേഗം അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മേലെ നിന്നിറങ്ങി മഅദല്ലാഹ് ചൊല്ലി അവരോട് കയറാൻ പറഞ്ഞു. ആയിഷ ബീവിൻ്റെ മുന്നിൽ നടക്കാതെ അദ്ദേഹം പിന്നിലിടന്നു. ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. ജൂതന്മാർ നോക്കുമ്പോൾ, ഇവർ മുനാഫിഖീങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രവാചക പത്നി മറ്റൊരാളുടെ കൂടെ കുറച്ച് വൈകിട്ട് വരുന്നത് കാണാം. അവരാണ് കഥ ഉണ്ടാക്കി. നമ്മളെ നാട്ടിൽ നമ്മളെ ഏടുകളിലൊക്കെ പാടുന്നത് എന്താ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ശേഖന്മാർക്ക് കൽബിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന പാടുന്നത്, ഒക്കെ കാണാൻ കഴിയുന്ന പാടുന്നത്. അങ്ങനെയാണെങ്കിൽ മുത്തറസുല്ലാക്ക് കാണാൻ കഴിയണ്ടേ? എന്താ മുത്തറസുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞത്, ആയിഷ നിന്റെ അടുത്ത് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളാ, സാരല്ല. ആയിഷ ബീവി കരഞ്ഞ് 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 സങ്കടപ്പെട്ട് സ്വന്തം വീട്ടിൽ പോയി. ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചു. അവസാനം ആകാശത്ത് നിന്ന് ആയത്തിറങ്ങി, ഇത് കപട വാർത്തയായിരുന്നു എന്ന്. അവർ സന്തോഷിച്ചു. എന്തുകൊണ്ടാണ് ഈ കാലം മുഴുവൻ പ്രവാചകന് സഹിക്കേണ്ടി വന്നത്? അങ്ങാടി മുഴുവൻ കഥ പറയാം, നിങ്ങളെ ഭാര്യ വേറെ ആളുകൂടെ ഒളിച്ചോടിയെന്ന് അങ്ങാടി മുതൽ കഥ പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളെ ചെല്ലുമ്പോൾ നിർത്തും, അല്ലാത്തപ്പോൾ ആംഗ്യം കാണിക്കും. ജൂതന്മാരും മുനാഫിഖീങ്ങളൊക്കെ ആംഗ്യം കാണിച്ചു അല്ലേ? കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചും ചുണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചും പ്രവാചകനെ ആൾക്കൂട്ടത്തിലിട്ട് പരിഹസിച്ചു. എന്നിട്ട് മനസ്സിലായില്ല. നമ്മളാൾക്കാർ പറയണതോ മുത്തറസുള്ള വഫാത്തായത് മുതൽ അടക്കം കേട്ടോണ്ടിരിക്കണം എന്നാണ്. ഇത് അഖീദ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഒരായത്തിൻ്റെ ആദ്യ പാർട്ട ഓതിയതിപ്പോൾ എന്താ, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹു, അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹ് അറിയിപ്പിച്ചിട്ടുണ്ട്. എന്ത്, ലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എനിക്കൊരുപാട് നന്മ ചെയ്യാമായിരുന്നു, എനിക്കൊരു ദുരന്തവും ബാധിക്കൂലായിരുന്നു. പറയിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ അത്ര ക്ലിയർ ആണ്. ഇനി നിങ്ങൾ അതിൻ്റെ ആയത്തിൻ്റെ ബാക്കി നോക്ക്, ലാ യഅലമു ഇല്ലാ ഹുവ വയഅലമു. ഇനി അള്ളാഹ് എങ്ങനെയാണ് അറിയാന്ന് ഇസ്ലാമിൻ്റെ അഖീദയാണ് ഞാൻ പറഞ്ഞത് കേട്ടോളി. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അള്ളാഹു കരയിലും കടലിലുമുള്ളതൊക്കെ അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, മരത്തിൽ നിന്നൊരു ഇല പോലും വീഴുന്നില്ല ഇല്ലാ യഅലമുഹ, അള്ളാഹു അറിയാതെ. ഈ ആയത്ത് തലച്ചോറിൻ്റെ ഉള്ളിൽ കയറിയ ഒരാൾക്ക് സുഹൃത്തുക്കളെ, പിന്നെ അയാളുടെ സെർച്ച് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ നോട്ടം, അയാൾ എന്തൊക്കെ പാസ്വേഡ് ഇട്ടിട്ട് എന്താ കാര്യം? അയാൾ എന്തൊക്കെ ഹിസ്റ്ററി ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ പടച്ചോ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലേ? വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല ഇല്ലാ യഅലമുഹ, അള്ളാഹു അറിയാതെ. അപ്പൊ അള്ളാഹു കോടിക്കണക്കിന് മരങ്ങൾ ഈ ഭൂമിയിലില്ലേ? ആ മരങ്ങളിലെ കേവലം ഒരു ഇനമല്ലേ മാവ്? ആ മാവിലെ കേവലം ഒരു മാവല്ലേ നിങ്ങളുടെ വീട്ടിലെ മൂവാണ്ടൻ മാവ് തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എണ്ണമില്ലേ? അതിലൊന്നാണ് നമ്മളെ വീട്ടുമുറ്റത്ത്. അതിൽ തന്നെ ഒരുപാട് കൊമ്പുണ്ട്, അതിൽ തന്നെ കുറെ ഇലുണ്ട്, അതിൽ ഒരു ഇലേ താഴെ വീണ്, അതുവരെ പടച്ചോൻ അറിയുന്നതാണ്, അതുവരെ റബ്ബ് അറിയുന്നതാണ് അല്ലേ? ഇന്നിപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോകത്ത് എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ലൊക്കേഷൻ ട്രാപ്പ് ചെയ്യാനും അയാളെ ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം യഥാർത്ഥത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ? മനുഷ്യൻ്റെ ഉമനീര്, ഓരോ മനുഷ്യരുടെ ഉമനീര് വേറെയാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ്റെ ഉമനീരിൽ നിന്ന് സദ്ദാം ഹുസൈനെ ഐഡന്റിഫൈ ചെയ്തത്. സദ്ദാം ഹുസൈനാണെന്ന് ഉറപ്പിച്ചത് എങ്ങനെ? അതെടുത്തിട്ടാ, ആ ഉമനീരെടുത്തിട്ടാ. നേരത്തെ അവരെടുത്തുണ്ടായിരുന്ന ഉമനീരിൻ്റെ അംശം അതുമായിട്ട് കൂട്ടി ഘടിപ്പിച്ചിട്ടാണ് അവരിത് സദ്ദാം ഹുസൈനാണെന്ന് ഉറപ്പിച്ച്, ശാസ്ത്രീയമായി ഉറപ്പിച്ച്. ഇനി നിങ്ങളൊക്കെ മുടി ഗോവിന്ദച്ചാമിയുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് ആളൂര്, അവിടെ ഗോവിന്ദച്ചാമിയുടെ മുടി മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രതി വേറെയുണ്ട് എന്ന് കോടതിയിൽ വാദിച്ചതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിലെ ഭാഗം നിങ്ങൾ ഓർമ്മിപ്പിച്ചു. വിരലടയാളങ്ങൾ എന്താ, ടിൻസായിട്ട് ഗർഭപാത്രത്തിലുള്ള കുട്ടികൾ, അവരുടേത് പോലും വേറെയാണ്, ലോകത്ത് ആരുടേതും ഒരേപോലെ അല്ല. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ചില പിന്നെ എന്താ പറയുക, കൊച്ചു സെല്ലുകൾ എൻ്റെത് എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കില്ല. അതുകൊണ്ടാണ് കണ്ണ് ഐഡന്റിഫിക്കേഷൻ മാർക്കാകുന്നത്, കൈവിരൽ അടയാളങ്ങൾ ഐഡന്റിഫിക്കേഷൻ മാർക്കാകുന്നത്.
അപ്പം അത്ര വ്യവസ്ഥാപിതമായി മനുഷ്യനെ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവിനെക്കുറിച്ചുള്ള വിശ്വാസം, അവൻ്റെ അറിവിനെക്കുറിച്ചുള്ള ആ ഒരു സംഗതി വരുമ്പോൾ ഖുറാന്റെ ചോദ്യത്തിന് നമ്മൾ അതേന്ന് പറയും. എന്താ ചോദ്യം? അലൈസ് അല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരേ, അടിമക്ക് അള്ളാഹു പോരേ, അപ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി എത്തും. അപ്പോൾ ഒന്നതാണ് നമ്മുടെ അഖീദയെ ശരിക്ക് പഠിക്കുക, വിശ്വാസത്തെ ശരിക്ക് പഠിക്കുക. വിശ്വാസം ഇങ്ങനെ ഒരു കഥയായി തോന്നിയാൽ പോരാ, ഓരോ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് ഓരോന്നും കൃത്യമായി പഠിക്കുക. ഇപ്പോൾ ഉദാഹരണം, മറ്റൊരു അസ്ലിയായിട്ടുള്ള ഒരു മസ്അലയാണ് ഐൻ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്. നമുക്ക് തോന്നും അതിങ്ങനെ ഒരു പഠിക്കേണ്ട ഒരു മസ്അലയാണോ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. മുആവിയത്ത് ബിൻ ഹക്കം സുല്ലമി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടിമയെ തല്ലി. അത് റസൂലുള്ളാഹി അറിഞ്ഞു. അടിമയെ ക്രൂരമായി തല്ലി. ആ അടിമ കരയണ ശബ്ദം കേട്ട് പ്രവാചകൻ അത് അറിഞ്ഞപ്പോൾ പ്രവാചകൻ വിഷമിച്ചു, പ്രവാചകൻ ശകാരിച്ചു. അപ്പോൾ മുആവിയത്ത് ബിൻ ഹക്കം സുല്ലമി പ്രവാചകൻ്റെ അടുത്ത് ഓടി വന്നിട്ട്, നബിയെ ഞാൻ എന്താ ചെയ്യേണ്ടത് നബി, എനിക്കതിൽ ഞാൻ എൻ്റെ ഒരു വികാരത്തിൽ ഒരു ദേശത്തിൽ അടിച്ചു പോയതാണ്, എനിക്ക് അതിന് വിട്ടുവീഴ്ച വേണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സ്ത്രീയെ മോചിപ്പിക്കണം, കൊണ്ടുവരാൻ പറഞ്ഞു. പ്രവാചകൻ അവർക്ക് വിശ്വാസം ഉണ്ടോ, ശരിക്കും കേട്ടോളി, പ്രവാചകൻ അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്തത് എന്താ അറിയോ? വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്തത് നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിക്കലല്ല, സ്വതക്ക കൊടുക്കലുണ്ടോ എന്ന് ചോദിക്കലല്ല, ഐൻ അല്ലാഹ് എന്ന് ചോദിച്ചു. അല്ല എവിടെയാണ്? ഐൻ അല്ലാഹ്, അല്ല എവിടെയാണ്? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹു ഫിസ്സമാ, അല്ല പ്രപഞ്ചാതീതനാണ്. പിന്നെ ചോദിച്ചു, ഞാൻ ആരാണ്? അപ്പോ പറഞ്ഞു, നിങ്ങളെ അള്ളാഹുവിന്റെ റസൂലാണ്. പ്രവാചകൻ പറഞ്ഞു, അവളെ മോചിപ്പിച്ചളാ. കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളെ നാട്ടിലെ പലരുടെയും വിശ്വാസം അല്ല എല്ലായിടത്തും ഉണ്ടെന്നാ. അല്ല എല്ലായിടത്തും ഇസ്ലാമിന്റെ അഖീദല്ല, അത് ശ്രീനാരായണ ഗുരുവിന്റെ അഖീദയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം പറയാം, അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതിന് നമുക്ക് എതിർപ്പില്ല, അല്ലേ? ഇസ്ലാമിന്റെ അഖീദ എന്താ? ഇസ്ലാമിന്റെ അഖീദ അള്ളാഹുവിന്റെ ദാത്ത് പ്രപഞ്ചാതീതമാണെന്നുള്ള. ഫുട്ബോൾ ഉണ്ടാക്കുന്ന ആൾ ഫുട്ബോളിന്റെ പുറത്താ, അത് സിമ്പിൾ ലോജിക്കാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. എന്താ? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി, പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുനിന്ന് അവൻ ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പിന്നെ ഇലൈഹി യസ്ഉദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ്, അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ഉയരുന്നു. അഥവാ നമ്മൾക്ക് തന്നെ ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഇതൊക്കെ വേണോന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിശ്വാസങ്ങളായിട്ട്. അതെന്തിനാ പടച്ചോൻ തരുന്നത്? ഒരുപാട് ഇന്റലക്ച്വലി ഉറപ്പുവരുത്താവുന്ന, സയന്റിഫിക്കലി ഉറപ്പുവരുത്താവുന്ന, ചരിത്രം കൊണ്ട് ഉറപ്പുവരുത്താവുന്ന, അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഉറപ്പുവരുത്താവുന്ന കുറേ കാര്യങ്ങൾക്കിടയിൽ അത്ര തന്നെ പ്രസക്തമല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എന്തിനാ പടച്ചോടുന്നത്? എൻ്റെ കാരണം പടച്ചോമാണ്. ശരിക്കും കേട്ടോളിയും പടച്ചോമ. ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ശരിക്കും കേട്ടോളി എന്ന് പറയണത്? ശരിക്കും കേൾക്കൂല, ശൈത്താൻ സമ്മതിക്കൂല. അതുകൊണ്ടാ ഖുർആൻ പറയണേ, എന്താ? വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു വമാ ജഅൽനാ അസ്ഹാബൻ നാർ, നരകത്തിന്റെ കാവൽക്കാരായി നമ്മൾ മലക്കുകളെ അല്ലാതെ വെച്ചിട്ടില്ല. എന്നിട്ട് പടച്ചോൻ പറയാ, വമാ ജഅൽനാ ഇദ്ദതഹും, അവരുടെ എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു, കാഫിരീങ്ങളെ ഫിത്നയിലാക്കാനാ, കാഫിരീങ്ങളെ സ്വീകരിക്കൊല്ലേ നോക്കാനാ. ഇത്ര നല്ല തലച്ചോറൊക്കെ തന്ന് നിനക്ക് വേണ്ടതൊക്കെ തന്നിട്ടും ഞാൻ പറഞ്ഞാൽ എന്തും കേൾക്കും, പടച്ചോൻ പറഞ്ഞാൽ മതി എനിക്ക് എന്ന നിലപാട് നിങ്ങൾക്ക് ഉണ്ടോ നോക്കാൻ തന്നെയാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ ബുദ്ധി കൊണ്ട് കൺവിൻസ്ഡ് ആണ് ഉണ്ടാവില്ല, ബുദ്ധി കൊണ്ട് അത് ബോധ്യപ്പെടണുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? 210 മാർക്ക് എങ്ങനെയൊക്കെ ഒപ്പിച്ച് വാങ്ങി കഴിച്ചിലായി പോകുന്ന ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന നൂറുകണക്കിന് കാര്യമുണ്ട്. 1-2 കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടണം. അപ്പം എന്താ ഒരു വിശ്വാസം ചെയ്യേണ്ടത്? അതൊന്നും ഇസ്ലാമിലില്ല എന്ന് പറയലല്ല, അതെനിക്ക് മനസ്സിലാണില്ല. എനിക്ക് മനസ്സിലാകണ നൂറുകണക്കിന് കാര്യമുണ്ട്. ആ കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ? ഇസ്ലാം ഹക്കാണ്, അള്ളാഹ് ഹക്കാണ്, റസൂൽ ഹക്കാണ്, ഒക്കെ സത്യമാണ്. ഇനി എനിക്ക് പിന്നെ ബോധ്യപ്പെടാത്ത ഈ കാര്യം നാളെ ചിലപ്പോൾ ശാസ്ത്രം തെളിയിക്കും, ഗവേഷണം തെളിയിക്കും, ഖലാസ് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഖുറാനിൽ പറഞ്ഞ ബാക്കിയൊക്കെ ഹക്കാണ്, അതുകൊണ്ട് ഇത് ഹക്കാണ്. ഇത് പറഞ്ഞാൽ മതി മറുപടി. ബാക്കിയൊക്കെ ഹക്കായതുകൊണ്ട് ഇതും ഹക്കാണ്, ഒരു പ്രശ്നം എനിക്കില്ല എന്നത് നമുക്ക് കൃത്യമായി പറയാനും ബോധ്യപ്പെടാനും പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ അഖീദ പഠിക്കാൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആരെങ്കിലും കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അറിവുള്ളവരാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഈമാൻ കാര്യം 6ആണ്. അവകൾ അറിയൽ ഫറലാണെന്ന് പറഞ്ഞാൽ ഫറലല്ലേ, ആ ഫറൽ അത് എണ്ണിപ്പറയലല്ല, ഓരോന്നും പഠിക്കണം. മലക്കുകളിലുള്ള വിശ്വാസം, അതൊക്കെ ഉണ്ടായുള്ള ഗുണം എന്താ അറിയങ്ങൾ? അതൊക്കെ ഉണ്ടായുള്ള ഗുണം, ഒരു വ്യക്തിക്ക് കിട്ടണ ആത്മവിശ്വാസം ഉണ്ട് ഭയങ്കരമായിട്ടുള്ള, അയാൾക്ക് കിട്ടണ സുരക്ഷിതത്വം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണ മസല നമ്മൾ 17 കാര്യങ്ങൾ ഇവിടെ ഈ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മലക്കുകളുടെ അത് അറിയണം നമുക്ക്. അപ്പോഴാണ് മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടണം എന്നൊരാൾ മനസ്സിലാക്കുക. ഖദറിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അല്ലേ? അതൊക്കെ ഓരോന്നും പഠിച്ച് ആഴത്തിൽ പഠിച്ച് അതാരും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധം നമ്മുടെ മുന്നിൽ അതുണ്ട്. അത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ മതം വേട്ടയാടപ്പെടുന്ന ഒരു പുതിയ കാലത്ത് നമുക്ക് നമ്മളുടെ വിശ്വാസങ്ങളോട് ബഹുമാനക്കുറവ് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രണ്ടാമത്തെ ഖുത്ബ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു ഖൈർ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്വതക്കയുടെ മഹത്വങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ? സ്വതക്കൻ്റെ മഹത്വം എന്താ? സ്വതക്ക ബലാഇനെ തടയുന്നതാണ്, ദുരന്തങ്ങളെ തടയുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന സ്വതക്കക്ക് ഉള്ള ഗുണം എന്താ? സ്വതക്ക ബലാഇനെ ദുരന്തങ്ങളെ തടയും. അതേപോലെ ഖലാഇനെ അത് മാറ്റും. പടച്ചോൻ നമുക്ക് തരാൻ വിചാരിച്ചൊരു കാര്യം അത് പടച്ചോൻ എന്ത് ചെയ്യും? ഈ സദഖ കൊണ്ട് മാറ്റും. അഥവാ പടച്ചോൻ നമുക്ക് വിധിച്ചിട്ടുണ്ടാവും അവന് ക്യാൻസർ ഉണ്ടാകണമെന്ന് പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും. അതേ റബ്ബ് തന്നെ വേറൊരു കലാവും കൂടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താ? സദഖ കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റും. അപ്പം സദഖ കൊടുക്കുക എന്നുള്ള ഓപ്ഷണലാണ് നമ്മുടെ അടുത്തുള്ള നമുക്കുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ സദഖക്കുള്ള ഒരുപാട് മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തും, അതുപോലെ തന്നെ നമ്മുടെ പാപത്തെ അത് മായിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ വളരെ വിഷമം അനുഭവിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങക്കറിയാം, നമ്മളെ പള്ളിയിൽ നമ്മൾ ആരെയും ബക്കറ്റ് കൊണ്ട് ഇരുത്തല്ല. വ്യക്തിപരമായ വിഷമമായിട്ട് വരുന്ന ആളുകളെ ഇരുത്തലില്ല, അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കലുമില്ല അല്ലേ? കഴിഞ്ഞ ഒരാഴ്ച നമ്മളൊരു സഹോദരനെ സഹായിച്ചു. അയാൾ എന്നെ വിളിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങളത് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയാന്നുള്ളത് എനിക്ക് ധാരണയില്ല. പള്ളിയിൽ ചെന്നത് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഞാൻ ഈ ഒരു മാസത്തെ കുട്ടികളെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഭയങ്കര വിഷമിക്കായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നമ്മളൊരു കൂട്ടായ്മയുടെ വകയുള്ളൊരു ചെറിയ പൈസ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളൊരു വിവരം അദ്ദേഹത്തിന് കിട്ടി. എല്ലാ സന്തോഷവും കൂടി അപ്പോൾ നമ്മളെല്ലാവരും കൂടി അയാളുടെ ഒരു വലിയ കാര്യം അൽഹംദുലില്ലാഹ് പരിഹരിച്ചിരിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് വേറൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തുക കൊടുക്കണം. എല്ലാവരും ആത്മാർത്ഥതയിൽ കൊടുക്കുക. പറ്റണത്ര പരമാവധി എല്ലാവരും അതിലേക്ക് ഒരു സഹായം ചെയ്യുക. അത് നിയതാക്കുക. നമുക്ക് വിഷമമൊന്നും വരാതിരിക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറണം എന്നുള്ള നിയത്തിലാണ് എല്ലാവരും അതുമായിട്ട് സഹകരിക്കേണ്ടത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമം പരിഹരിച്ചു കൊടുക്കട്ടെ. രോഗത്തുനിന്ന് പൂർണ്ണമായ ശമനം കൊടുക്കട്ടെ. പല വിഷമം അനുഭവിക്കുന്ന പലരുണ്ട്. മനുഷ്യന്മാരോടൊന്നും പറയാൻ പോലും പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. വിഷയങ്ങളിലൊക്കെ വിയോജിച്ചുകൊണ്ട് തന്നെ ആ വിയോജിപ്പുകൾ മനോഹരമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും യോജിക്കാവുന്ന എല്ലാ മേഖലയിലും ആത്മാർത്ഥമായി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനെ നേരിടുന്നിടത്ത് മുസ്ലിം ഉമ്മത്ത് മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഘടിതമായ ശബ്ദങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ.